അവരവന്മാരെ അങ്ങോട്ട് കുത്തി നാട്ടടാ. നായരെ, ഈ കല്ലും കുഴിക്കകത്തും പണിയെടുത്ത പൊന്നു വിളയിക്കാവുന്ന നടുവൊളിഞ്ഞെന്ന് കാണട്ടെ എന്റെ മക്കളെ തുടർന്ന് അവരവന്മാരെ. കുഞ്ഞിപ്പാപ്പാറൊരു മൂക്കിലെ ചാരിച്ചാറ കണ്ടില്ലേ, അച്ഛന് വാർത്ത പോലെയുണ്ട്. പഴയ കെട്ടിപ്പൊക്കിയ മക്കളുടെ കോലം വേണമായിരുന്നോ? വേണമായിരുന്നു. പൂച്ചകള് അവന്മാരെ കുറിച്ച് മിണ്ടരുത് എന്നോട്. 990 മേടം 10 മുതൽ 2005 മേടം 10 വരെയുള്ള 15 വർഷത്തെ അവരുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും കണ്ടീഷനാക്കി ഉണ്ടായിരുന്നോടോ? പൂസവൻ മുതുകത്ത് മാടം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വേലൂത്തമ്പി ദളവ നിൽക്കുന്ന പോലെ കൊല്ലം 30 വീട്ടിയിരിക്കുന്നു. ചാരുകസേര 3 മാറിയത് ഇരുന്ന് തേഞ്ഞിട്ട് നിക്കട്ടെ അവിടെ. എന്റെ ബസോണറേ, എന്റെ വികാരിയച്ചോ, അരമനെ ചെന്ന് ഞാൻ വല്യപിതാവിനോട് പറഞ്ഞപ്പോ വല്യപിതാവ് എന്റെ മുഖത്ത് നോക്കി എന്നെ നുണയനെന്ന് വിളിച്ചു. ഇപ്പൊ വികാരിയച്ഛന് മനസ്സിലായല്ലോ, യേശു ക്രിസ്തുവിനെ വരെ പച്ചക്ക കുത്തി നാട്ടിയത് ഞങ്ങളെ വെറും 7-ാം കൂലി തുറുവാക്കി തലയ്ക്ക് ചുറ്റും മച്ചിങ്ങി വെച്ച് ഞങ്ങളുടെ മുഖത്ത് കരി വാരി തേച്ചില്ലേ. അച്ഛൻ ഇനിയും സംശയ? ആ കഴുത്തെ തൂങ്ങിക്കിടക്കുന്ന പിരിപറ്റിയ പൊട്ടക്ലോക്ക് കണ്ടില്ലേ? അത് രാരിച്ചനല്ലാതെ പിന്നെ വേറെ ആരാ? കൊറേയായി അനുഭവിക്കണേ. ചാടി ചത്തട്ടേ ഉള്ളൂ കാര്യം. പുലിയാണ് ഞാൻ, പുലി. കാലെ പിടിച്ചു വലിക്കല്ലേ, കിണറ്റി വീഴുന്നു. ചുമ്മാ കാണിക്കുന്നേ ഈ അപ്പം മിൽട്ടമ്മ കുറിച്ച് പൂസ. അതേടാ, മക്കളുടെ കോപം നാട്ടി നാട്ടിച്ച കുഞ്ഞിമിശയുടെ അന്തസ്സ് കരി കലക്കും ഞാൻ. മുറുക്കി പിടിക്കടി. ചാടാൻ നീ ചത്ത കുഞ്ഞിന് ലാഭമാടാ. പ്രാണം പിടിഞ്ഞ വെള്ളം കുമ്പളത്തിന് പ്രശ്ന. ചേവി ഞാൻ കുമ്പളത്തിന് ഒഴിക്കും. പുലിയാണ് ഞാൻ, പുലി. നീ പുലിയല്ലടാ, പുളി. വാളം പുളി. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടീഷൻ ആക്കിക്കൊണ്ടോടാ? എന്റെ ആത്മസുഹൃത്ത് ചെലമ്പിക്കുന്നേൽ ഉണ്ണിവാരിയോട് നീ എന്താ പറഞ്ഞേ? എന്റെ വീട്ടിൽ 2 വെപ്പാണെന്ന്. നിനക്കും മക്കൾക്കും കഞ്ഞിയും പയറും, എനിക്കും പൊന്നനും കാളയും ചോറും. അല്ലടാ പൂച്ചേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അരമനയിൽ പോയി കൊച്ചു പിതാവിനോട് നീ പറഞ്ഞില്ലടാ, ഇക്കണ്ട കാലമായിട്ടും 1 ഇഞ്ച് ഭൂമി പോലും ഞാൻ നിനക്ക് തന്നില്ലെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ കുഞ്ഞുപാപ്പേ. നീ അങ്ങനെ പറയൂ. നീ നുണയനും നുണയന്റെ പിതാവുമാണ്. 990 മേടം 10-ന് 5 ഏക്കറും 10,000 രൂപയും തന്നോ കൃഷി ചെയ്യാൻ? നിങ്ങൾ ആൺമക്കൾ 3 പൂച്ചകൾക്ക് അത് കിട്ടി. കിഡ്നി. ആ സ്ഥലം ചോട് മറിക്കുന്ന പൂതക്കാറ്റാണെന്ന് പറഞ്ഞ് നീ പുറംകാലിന് മടക്കി തൊഴിച്ചു കളഞ്ഞില്ലേ? ഇന്ന് മേടം 10, വർഷം 15 കഴിഞ്ഞിരിക്കുന്നു. അതുപോലൊരു 5 ഏക്കറിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാ 3ന്റെ ജീവനില്ലാത്ത തുറ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ജ്യോത്സ്യര് പറഞ്ഞത് കറണ്ടുമായി ബന്ധപ്പെട്ടതോ ഘടികാരവുമായി ബന്ധപ്പെട്ടതോ ആയ പണികളിലാണ് ഞാൻ ശോഭിക്കുന്നതെന്നാ. ആ ചിറ്റാട്ടുകാരുടെ വാർക്ക കെട്ടിടത്തിൽ ഒരു ഷട്ടർ എടുക്കണം. 25 രൂപ പകുതി, 75 രൂപ കട. 1 ലക്ഷം രൂപ കിട്ടിയ ടൈറ്റാനിയം വാച്ച് കമ്പനിയെ ഞാൻ വളർത്തിയടിക്കും. നീ കറണ്ടെ പിടിച്ചാ മതി. എന്റെ മുതലക്കിണറിന്റെ കരക്കിരിക്കുന്ന മോട്ടറിന്റെ ഫ്യൂസ് ഊരി ഈ ചൂണ്ടുവരലും ചെറുവരലും കൂടെ അങ്ങോട്ട് കയറ്റി കുത്തടാ. അതും ചാടാ. 1 ലക്ഷം രൂപ. മാമത്തിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ മാത്രം മക്കളൊക്കെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ കയറൂ, ട്രാൻസ്പോർട്ട് ബസ്സിലെ പോലെ. അപ്പം കൊടുത്ത സ്ഥലം മുഴുവൻ വളവഴപ്പം പാമ്പാന്ന് പറഞ്ഞു വിറ്റ വീരൻ. എന്റെ മാത്തുക്കുട്ടിച്ച നടന്ന് മനുഷ്യൻ വരഞ്ഞു. ആ മന്ത്രിയോട് പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കി. എന്റെ കുട്ടപ്പ, മന്ത്രി കാണ്ട കണ്ണ ഓപ്പറേഷൻ പോയിരിക്കാം, ഒന്ന് വരട്ടെ. അങ്കമാലി കണ്ണാശുപത്രി കിടക്കുമ്പോഴാ. ഇനി പോക്ക് എത്ര ദിവസത്തേക്കാണാവോ? നീ എത്ര ഷർട്ട് എടുത്തു വെച്ചിരിക്കുന്നേ? 10. അപ്പൊ 10 ദിവസത്തേക്ക് മോളെ. കഷ്ടമുണ്ട്. കുഞ്ഞു പറഞ്ഞ മുടന്ത ന്യായം അന്നെനിക്ക് ശരിയായിരുന്നു. തെറ്റിപ്പോയി ചാമി.
നിനക്ക് വെച്ചിരുന്ന വസ്തു മുദ്രപത്രത്തിലെ കള്ളയൊപ്പിന് മുകളിൽ കുഞ്ഞിന് വേണ്ടി ഞാനത് മാറ്റി എഴുതി. പാടില്ലായിരുന്നു. ഞാനൊന്ന് എഴുന്നേൽക്കട്ടെ, കോടതിയിൽ വരാം. സൂര്യനാട്ട് കുഞ്ഞ് എന്റെ ആങ്ങള വഞ്ചിച്ചു എന്നെ. ആ പൊട്ടമ്പത്രം അമ്മയും വരണുണ്ട്. ആ ഈച്ചാമ്മച്ചി, കുഞ്ഞിപ്പാപ്പയുടെ ഒരു സംഭാരം കുടിച്ചിട്ട് പോന്നേ. അയ്യോ, ഞങ്ങള് വല്ല പച്ചവെള്ളവും കുടിച്ചോളാവേ. നിങ്ങള് പോലീസുകാരും നാട്ടുകാരും ചക്കാത്ത് കുടിച്ചോ. അങ്ങനെ എന്റെ കുഞ്ഞാങ്ങളയുടെ പേര് ലോകം എങ്ങും വാഴ്ത്തപ്പെട്ടു. പറഞ്ഞു വിട് സാറേ, കള്ള കുശുമ്പിന്റെ വിത്ത. എന്തേലും പറയട്ടെ. നീ പോരെടാ. എടാ, അവന്റെ ഒരു ഒടുക്കത്തെ ഊരേ. എന്റെ സാറേ, ഉറവ പറ്റിയ പൊട്ടക്കിണറ്റില് 5 വെടിക്ക് മരുന്ന് നിറച്ച് തീ കൊളുത്തി ഉടുമ്പ് പിടിച്ച് കയറുന്ന 10 രൂപന്റെ കേറ്റം ഒന്ന് കാണണം. വരണ്ട കാറ്റിൽ നനവിന് ശ്വസിക്കുന്ന പൊടിയുടെ ഗന്ധം. തെളിവാനമാണല്ലോ. ടി വിക്കാര് പറഞ്ഞത് ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട മഴയും കേരളത്തിൽ വരണ്ട കാലാവസ്ഥയുമാണെന്നാണല്ലോ. ഇന്ന് മഴ പെയ്യും, ഇനി നന വേണ്ട. ഇന്നിനി നന വേണ്ട കേട്ടോ. എന്റെ കുഞ്ഞിപ്പാപ്പ മഴയും കാറ്റും പെയ്യുമല്ല കുഞ്ഞിപ്പാപ്പ പറഞ്ഞോണ്ടാ. ഈ ടി വിക്കാരുടെ ഒരു തെളിവാനമേ. എന്റെ നാവിന്റെ തുമ്പത്ത് കറപ്പൊന്നുമില്ല. പഞ്ചഭൂതങ്ങളുടെ മർമ്മം അറിഞ്ഞവനാ ഈ കുഞ്ഞ്. 18 വർഷം മുമ്പ് നിന്റെ കെട്ടിയോന്റെ ശവത്തിന്റെ കാൽച്ചുവട്ടിന്ന് കടക്ക് വെളിയിൽ എന്ന് പറഞ്ഞ് നീ എന്റെ മുഖത്താട്ടി. അതിനുശേഷം ഒരേ വയറ്റിൽ പിറന്ന നിന്നെ ഇന്നാ കാണുന്നത്. അതെ, എന്റെ അപ്പന്റെ ഒരേ ഒരു മകൻ, എന്റെ മൂത്താങ്ങളെ ഞാനും ഇന്നാ കാണുന്നേ. ഔദാര്യത്തിന് വന്നതല്ല, ഒരവകാശം അറിയിക്കാനാ വന്നേ. കള്ളു ഷാപ്പ് നടത്തി കടം കയറി മൂക്കുമുട്ട വെള്ളത്തിലായ എന്റെ ചാക്കൂച്ചി 18 വർഷം മുമ്പ് ഒരു 25,000 രൂപയ്ക്ക് വേണ്ടി 2 കൈ നീട്ടി ഇരന്നില്ലേ, ഓർക്കുന്നുണ്ടോ? എന്റെ അളിയ, ഞാൻ ആകെ പൊട്ടി പറഞ്ഞ് കുത്തുവാള എടുത്ത് നിക്കുക. ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക. ടീച്ചാമ്മയുടെ കെട്ടുതാലി വരെ പണയത്തില. അളിയന്റെ അപ്പൻ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതല്ലേ 10 പവന്റെ കൂടെ കൃഷി നന്നാവുമ്പോ കുറച്ച് പണവും തരാന്ന്. അല്ല, അതുകൊണ്ട് ചോദിക്കല്ല. ആ ചാമക്കാല പള്ളിയുടെ ചെമിത്തേരിയില് എന്റെ അപ്പൻ ഇട്ടിയവരെ കിടപ്പുണ്ട്. നീ ആ തലയ്ക്ക ഭാഗത്ത് ചിരി കത്തിച്ചേച്ച് വലിയ മുട്ട ഇരുന്ന് ചോദ്യയില്ലേ, വാക്ക് പറഞ്ഞ ആള് തരും. അമ്പുവേ, എടാ ചാക്കോച്ചി, ഞാൻ പരുന്തമ്പാറ മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശിനകത്ത് 25 നിനക്ക് പോയാലേ പരുന്തമ്പാറ അങ്ങേത്തന്നെ എനിക്ക് മേടിക്കാൻ പറ്റുവാടാ. ഈ കത്തെഴുതുമ്പോ ഒരു ദുഃഖമേ എനിക്ക് ബാക്കിയുള്ളൂ. എന്റെ അളിയനും കൂടി എന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതിയില്ല. എന്റെ മോൻ മാത്തൻ ആദ്യം ചുഴലി കളിക്കിയത് അവന്റെ അപ്പന്റെ ശവത്തിന്റെ മുന്നിലായിരുന്നു. അന്ന് ഞാൻ സത്യം ചെയ്തതാ, ഈ സ്വാർത്ഥന്റെ കൺവെട്ടത്ത് ഞാൻ ഇനി വരില്ല എന്ന്. ഇന്ന് ഞാൻ വന്നത്
ചങ്കിടിപ്പ് നിന്ന് പോകുന്ന ഒരു സത്യം അറിഞ്ഞതുകൊണ്ടാ. എന്നെ ജീവനായി സ്നേഹിച്ച എന്റെ അപ്പച്ചന്റെ വിൽപത്രത്തില് ആകെ ഉണ്ടായിരുന്ന 10 ഏക്കറിൽ 5 ഏക്കർ ആഞ്ഞില് മൂട് കള്ളൊപ്പിട്ട് വിൽപത്രം മുഴുവനും സൂര്യനാട്ട് കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റി എഴുതിയതാണെന്ന്. അതിന് കൂട്ടുനിന്ന് തളർന്നു കിടക്കുന്ന ശ്രീധര വക്കീല് ഇന്നലെ ഒരു കുമ്പസാരം പോലെ എന്നോട് പറഞ്ഞതാ. നുണയുടെ റാണി മുല്ലശ്ശേരി ശ്രീധരൻ വക്കീല് നിന്നോട് അങ്ങനെ പറഞ്ഞോ? നിനക്ക് എന്ത് കണ്ടീഷനാലിറ്റി ഉണ്ടടി എന്നോടത് ചോദിക്കാൻ? നിനക്കുള്ളത് അന്ന് അപ്പം തന്ന് കെട്ടിച്ചു വിട്ടതല്ലേ? അപ്പം തന്നു. പിണ്ണാക്കും പശുവിനെ കേട്ട 2 മാർ കരിപ്പെട്ട് കയറും. നിനക്കത് പോലെങ്കിൽ ഞാൻ തരാവടി. എന്റെ മുട്ടിപ്പത്തിയിലെ ഒറ്റ പൂടാ. പിടിച്ചോണ്ട് പോടാ. അടുത്തിന്റെ പകപ്പയം കിടക്കും. ഒറ്റ രാത്രിയെ വെട്ടി പഠിക്കൂ. അടുത്ത പകല് നീ കാണില്ല. എന്റെ കുഞ്ഞിപ്പാപ്പണി തവന്റെ കളിയേ കൂട്ടാൻ ഏറ്റവും മൂപ്പിച്ച് വന്ന കാട്ടുപന്നിന്റെ പതപ്പിക്ക് പുറങ്ങാനുള്ള അലക്ക് കൊടുത്തിട്ട് 8 കണ്ടം പറഞ്ഞ് 10